നമ്മൾ വീടിൻ്റെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടി സാധാരണ ചെയ്യാറുള്ളതാണ് ഷോവാളൊക്കെ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഷോവാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് AAC ബ്ലോക്കാണ്. അപ്പം അല്ല നമ്മളിനിയിപ്പോൾ റെഡ് ബ്രിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിനൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കട്ട നമ്മൾ കെട്ടി പോകേണ്ടതായിട്ട് വരും. അതല്ല നമ്മൾ അഡീഷണലായിട്ടാണ് ഷോവാൾ കെട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് AAC ബ്ലോക്ക് കൊണ്ട് കിട്ടുന്നതാണ്. AAC ബ്ലോക്ക് കൊണ്ട് നമ്മൾ ഷോവാൾ കെട്ടുമ്പം AAC ബ്ലോക്കിൻ്റെ അഡ്ഹസീവ് ഉണ്ട്. ആ അഡ്ഹസീവ് എടുത്ത് അതിൻ്റെ ആ ഗം ഉപയോഗിച്ചതിന് ശേഷം മാത്രം കട്ട തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കെട്ടുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബോണ്ടിങ് കറക്റ്റ് ആവത്തില്ല. സാധാരണഗതിയിൽ സിമെൻറ്റ് ഉപയോഗിച്ച് മേസ്തിരിമാരും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ഈ ഇച്ചിരി റേഷ്യോ കൂട്ടിയിട്ടതിന് ശേഷം കെട്ടാറാണ് പതിവ്. പക്ഷേ അങ്ങനെ കെട്ടുന്നതിനെക്കാട്ടും നല്ലത്, എന്തുകൊണ്ടും നല്ലത് നമ്മൾ ഈ ഗം ഉപയോഗിച്ചതിന് ശേഷം രണ്ട് കട്ട തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഷോവാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോവാളിൻ്റെ ബേസ്മെൻറ്റിൽ അത്യാവശ്യം റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു 1 മീറ്റർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ സ്ലാബ് കെട്ടുക. സ്ലാബ് നിർമ്മിച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് കട്ട നമ്മൾ കെട്ടി ജോയിൻ ചെയ്ത് അത് ഫിറ്റിയായിട്ട് നമ്മുടെ 8 mm കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രിക്ക് ഗം ഉപയോഗിച്ച് തന്നെ കെട്ടുക.